പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 10 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. 2024 US ഓപ്പൺ നേടിയിട്ടുള്ള ആദ്യ ഇറ്റാലിയൻ പുരുഷൻ ആരാണ്? ശ്രീലങ്കയിലേക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിയിട്ടുള്ളത് ഏത് രാജ്യത്തു നിന്നാണ്? ക്രൊയേഷ്യയിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായി ആരെയാണ് നിയമിച്ചിട്ടുള്ളത്? ഇതേപോലുള്ള ലേറ്റസ്റ്റ് കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് സെപ്റ്റംബർ 10 നമുക്കിന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. തിരുവനന്തപുരം ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളിൽ 1480 നിന്ന് എത്ര വാർഡുകളുടെ വർധനവുണ്ടാകും? 1583. ലേറ്റസ്റ്റ് ആയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ ഡയറക്ടറുടെ വിജ്ഞാപനമാണ്. ഇപ്പോൾ നിലവിൽ 1480 വാർഡ് ആണ് തിരുവനന്തപുരത്ത് ഉള്ളത്. എന്നാൽ ഇത് 103 വാർഡ് കൂടി വർദ്ധിപ്പിക്കുകയാണ്. ഇതിലൂടെ 1583 വാർഡ് ആയിട്ട് മാറും. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്ത് ആണുള്ളത്. ഇതിൽ 15962 വാർഡ് ആണുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് 1375 പുതിയ വാർഡ് കൂടി വരികയാണ്. ഇതിലൂടെ 17337 വാർഡ് ആണ് ഇനി 941 ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതേപോലെ കേരളത്തിൽ 152 ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. നിലവിൽ ഇപ്പോൾ 2080 വാർഡ് ആണുള്ളത്. 187 വാർഡ് കൂടി വർദ്ധിപ്പിക്കുകയാണ്. ഇതിലൂടെ 2267 വാർഡ് ആയിട്ട് ഇനി മാറും. 2267 വാർഡ് ആണ് 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ടാകാൻ പോകുന്നത്. അതേപോലെ 14 ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ 331 വാർഡ് ആണുള്ളത്. 15 വാർഡ് വർദ്ധിപ്പിക്കുന്നതിലൂടെ കേരളത്തിൽ ഇനി 346 വാർഡുകൾ ഉണ്ടാകും. ആകെ കേരളത്തിൽ 18373 വാർഡ് ഉള്ള സ്ഥലത്ത് ഇനി 19950 വാർഡ് ആയിട്ട് മാറും. അതായത് കേരളത്തിലെ ലേറ്റസ്റ്റ് ആയിട്ട് ഇനി 3 ത്രിതല പഞ്ചായത്തുകളിൽ വെച്ച് നോക്കുമ്പോൾ 19950 വാർഡ് ആണ് ഉണ്ടാവുക. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഡയറക്ടറുടെ ഒരു വിജ്ഞാപനം അനുസരിച്ചാണ്. INS മാൽപേ, INS മുൽക്കി എന്നീ 2 കപ്പലുകൾ 9 സെപ്റ്റംബർ 2024 ഇന്ത്യയുടെ ഏത് കപ്പൽശാലയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? കൊച്ചിൻ കപ്പൽശാല. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 9 ഇന്ത്യൻ നേവിക്ക് വേണ്ടി INS മാൽപേ, INS മുൽക്കി എന്നീ 2 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് വെസൽസ് പുറത്തിറക്കി ലോഞ്ച് ചെയ്തു. അതായത് 2 അന്തർവാഹിനി വിരുദ്ധ വാർഫെയർ ആഴം കുറഞ്ഞ ജലവാഹിനി കപ്പലുകൾ. INS മാൽപേ എന്നും INS മുൽക്കി എന്നാണ് ഈ 2 കപ്പലുകളിന് പേര് നൽകിയിട്ടുള്ളത്. ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് വെസലിന്റെ 8 സീരീസിൽ 4ാമത്തെയും 5ാമത്തെയും കപ്പൽ ആണിപ്പോൾ INS മാൽപേയും INS മുൽക്കിയും. 78 മീറ്റർ നീളത്തിലുള്ള ഈ ഒരു കപ്പൽ 11.36 മീറ്റർ വീതിയാണുള്ളത്. ഈ 2 കപ്പലുകളും നിർമ്മിച്ചിട്ടുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഇപ്പോഴത്തെ നിലവിലെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ശ്രീ മധു എസ് നായർ. അതേപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിതമായിട്ടുള്ളത് 1972 1972 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള ഒരു കപ്പൽശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. 2024 US ഓപ്പൺ നേടിയ ആദ്യ ഇറ്റാലിയൻ പുരുഷൻ ആരാണ്? ജാനിക് സിന്നർ. 2024 US ഓപ്പൺ വിജയിച്ചിട്ടുള്ളത് മെൻസ് വിഭാഗത്തിൽ ജാനിക് സിന്നർ. ഇദ്ദേഹം ഇറ്റാലിയൻ സ്വദേശിയാണ്. ആദ്യമായിട്ടാണ് ഇറ്റലിയിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് US ഓപ്പൺ ലഭിക്കുന്നത്. ജാനിക് സിന്നർ ടൈലർ ഫ്രിറ്റ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2024 US ഓപ്പൺ വിജയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വനിതകളുടെ വിഭാഗത്തിലാണെങ്കിൽ വേൾഡ് നമ്പർ 2 താരമായിട്ടുള്ള അലീന സബ്ലങ്കയാണ് US ഓപ്പണിലെ വനിതകളുടെ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. അമേരിക്കയുടെ ജെസ്സിക്ക പെഗുലെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വേൾഡ് നമ്പർ 2 താരമായിട്ടുള്ള ബെലോറുഷ്യൻ താരമായിട്ടുള്ള അലീന സബ്ലങ്ക വിജയിച്ചിട്ടുള്ളത്. US ഓപ്പൺ എന്നാണ് സ്ഥാപിതമായിട്ടുള്ളത്? എന്നാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്? 1881 US ഓപ്പൺ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 4 ഗ്രാൻഡ് സ്ലാംസ് ആണുള്ളത്. ഒന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ, US ഓപ്പൺ. ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് യുദ്ധാഭ്യാസ് 2024 എക്സസൈസ്? USA. ഇന്ത്യയും US തമ്മിലുള്ള ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് യുദ്ധ് അഭ്യാസ്. ഇത് സെപ്റ്റംബർ 9, അതായത് ഇന്നലെ ആരംഭിച്ചു. സെപ്റ്റംബർ 22 വരെ ആയിരിക്കുള്ളൂ ഇന്ത്യ US ബിലാറ്ററൽ എക്സസൈസ്
ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടക്കാൻ പോകുന്നത്. ഇത് നടക്കുന്നത് ഏത് റേഞ്ചിലാണ്? രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് ഇന്ത്യ USA യുദ്ധ് അഭ്യാസ് നടക്കാൻ പോകുന്നത്. ഇത് മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലെ ഫോറിൻ ട്രെയിനിങ് നോഡ് എന്ന ഒരു സ്ഥലത്താണ് നടക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കൗണ്ടർ ടെററിസമാണ്. ഇന്ത്യൻ ആർമിയുടെ 600 പേരാണ് യുദ്ധ് അഭ്യാസ് എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇന്ത്യൻ ആർമിയിലെ രാജ്പുത് റെജിമെന്റിൽ നിന്നാണ് 600 പേർ പങ്കെടുക്കുന്നത്. രാജ്പുത് റെജിമെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴയ ഒരു ഇൻഫൻട്രി റെജിമെന്റ് ആണ്. 1778 ആരംഭിച്ചിട്ടുള്ള ഒരു റെജിമെന്റ് ആണ് രാജ്പുത് റെജിമെന്റ്. രാജ്പുത് റെജിമെന്റ് ആണ് യുദ്ധ് അഭ്യാസ് എന്ന് പറയുന്ന ഇന്ത്യ US മിലിറ്ററി എക്സസൈസിൽ പങ്കെടുക്കുന്ന സോൾജേഴ്സ്. 2024 ശ്രീലങ്കൻ വിനോദസഞ്ചാരത്തിന്റെ മുൻനിര ഉറവിട വിപണിയായി 1ാം സ്ഥാനം നിലനിർത്തിയ രാജ്യം ഇന്ത്യ. 2024 ശ്രീലങ്കയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് എത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്നിപ്പോൾ ഇന്ത്യയാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ. ശ്രീലങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറയുമ്പോൾ അത് ടൂറിസമാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ശ്രീലങ്കയിൽ ടൂറിസം വളരെ ഡൗണിലായിരുന്നു. കാരണം ഒരു പള്ളിയിൽ നടന്നിട്ടുള്ള ഒരു ഹ്യൂമൻ ബോംബ്, ആഭ്യന്തര യുദ്ധം, ഇവയെല്ലാം ശ്രീലങ്കയിൽ ടൂറിസം വളരെയധികം താഴ്ത്തി. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ശ്രീലങ്കയിൽ വീണ്ടും ടൂറിസം ഉയർന്നു വരികയാണ്. 2025 3 ദശലക്ഷം ടൂറിസ്റ്റിനെയാണ് ശ്രീലങ്കൻ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ശ്രീലങ്കയുടെ ക്യാപിറ്റൽ ആണ് കൊളംബോ. ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ദിനേശ് ഗുണവർദ്ധന. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആണ് റാണിൽ വിക്രമസിംഗെ. ശ്രീലങ്കയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ അത് ശ്രീലങ്കയിലെ ഡാംബുല കേവ് ടെമ്പിൾ ആണ്. ഇതാണ് ഏറ്റവും ടോപ്പ് ലെവലിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഡാംബുല കേവ് ടെമ്പിൾ. ക്രൊയേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡറായി ആരെയാണ് നിയമിച്ചത്? അരുൺ ഗോയൽ. ക്രൊയേഷ്യയിലെ ഇന്ത്യന്റെ അംബാസിഡറായിട്ട് ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത് അരുൺ ഗോയൽ. അരുൺ ഗോയൽ രാജ്കുമാർ ശ്രീവാസ്തവയുടെ പിൻഗാമിയാണ്. ക്രൊയേഷ്യയുടെ അംബാസിഡർ ആയിരുന്നു രാജ്കുമാർ ശ്രീവാസ്തവ. അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ട് അരുൺ ഗോയലിനെ നിയമിച്ചിട്ടുള്ളത്. ക്രൊയേഷ്യ എന്ന റിപ്പബ്ലിക്കൻ രാജ്യം മധ്യ തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ്. ക്രൊയേഷ്യയുടെ തലസ്ഥാനമാണ് സാഗ്രബ്. അതുപോലെ തന്നെ ക്രൊയേഷ്യയുടെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ക്രൊയേഷ്യൻ. ലേറ്റസ്റ്റ് ആയിട്ട് ക്രൊയേഷ്യയെ കുറിച്ച് വന്നിട്ടുള്ള വാർത്തയാണ്, അതായത് 2025 ജനുവരി 1 ക്രൊയേഷ്യയിൽ എല്ലാ പൗരന്മാർക്കും 2 മാസത്തെ നിർബന്ധിത സൈനിക സേവനം വീണ്ടും ആരംഭിക്കുമെന്നുള്ള ഒരു വാർത്ത. ക്രൊയേഷ്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുമ്പോൾ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് നിയമിച്ചിട്ടുള്ളത് അരുൺ ഗോയലിനെയാണ്. ഇന്നലെ സെപ്റ്റംബർ 9 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ബ്ലാക്ക് പഗോഡ ഏത് ക്ഷേത്രത്തിന്റെ വിളിപ്പേരാണ്? ഇതിന്റെ ഉത്തരം കൊണാർക്ക് സൺ ടെമ്പിൾ. കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ ഒരു വിളിപ്പേര് അല്ലെങ്കിൽ നിക് നെയിം ആണ് പഗോഡ, ബ്ലാക്ക് പഗോഡ. ഏതാണ്ട് 13ാം സെഞ്ചുറിയിൽ നിർമ്മിച്ചിട്ടുള്ള കൊണാർക്ക് സൺ ടെമ്പിൾ ഇത് ഒഡീഷയിലെ പൂരി ഡിസ്ട്രിക്റ്റിലാണ്. അപ്പം ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. തിരുവനന്തപുരം ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളിൽ 1480 നിന്ന് എത്ര വാർഡുകളുടെ വർധനവുണ്ടാകും? 1583. INS മാൽപേ, INS മുൽക്കി എന്നീ 2 കപ്പലുകൾ 9 സെപ്റ്റംബർ 2024 ഇന്ത്യയുടെ ഏത് കപ്പൽശാലയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? കൊച്ചിൻ കപ്പൽശാല. 2024 US ഓപ്പൺ നേടിയ ആദ്യ ഇറ്റാലിയൻ പുരുഷൻ ആരാണ്? ജാനിക് സിന്നർ. ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് യുദ്ധ് അഭ്യാസ് 2024 എക്സസൈസ്? USA. 2024 ശ്രീലങ്കൻ വിനോദസഞ്ചാരത്തിന്റെ മുൻനിര ഉറവിട വിപണിയായി 1ാം സ്ഥാനം നിലനിർത്തിയ രാജ്യം ഇന്ത്യ. ക്രൊയേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡറായി ആരെയാണ് നിയമിച്ചത്? അരുൺ ഗോയൽ. ഇന്ന് സെപ്റ്റംബർ 10 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് ടൈം ഡസ് എ സൺറേ ടേക്ക് ടു റീച്ച് എർത്ത്? ഒരു സൂര്യരശ്മി ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സമയമെടുക്കും? മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഈ ഒരു ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് വിജയിക്കാൻ സാധിക്കും.
ജഡ്സ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.